വാർത്തയിലേക്കാണ്. നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വെഞ്ഞാറമൂട് സ്വദേശി മുഹമ്മദ് ഷാനെ പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചു. വിവരങ്ങളുമായി എം ജി പ്രതീഷ് ചേരുന്നു. എം ജി പ്രതീഷ്, ദൃശ്യങ്ങളടക്കം വലിയ രീതിയിൽ വ്യാപിച്ചൊരു ദൃശ്യങ്ങളായിരുന്നു. വീട്ടമ്മയെ ബൈക്കിൽ തടഞ്ഞു നിർത്തി മാല മോഷ്ടിക്കുന്നത്. എന്താണ് തെളിവെടുപ്പിന്റെ വിശദാംശങ്ങൾ? ഇയാൾക്കെതിരെ സമാനമായ മറ്റു പരാതികൾ വല്ലതും ഉണ്ടോ ഈ ഘട്ടത്തിൽ? സുഹൈൽ, മാർച്ച് 18-നാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ചത്. ഈ വീട്ടമ്മ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വീട്ടമ്മയുടെ മാല പൊട്ടിക്കുകയും തുടർന്ന് ഈ വീട്ടമ്മയെ റോഡിന് സമീപത്തേക്ക് തള്ളുകയും ചെയ്തത്. വീട്ടമ്മയ്ക്ക് ഈ സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയത്. ഈ മാല പൊട്ടിച്ച മുഖ്യപ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ബൈക്ക് ഓടിച്ചിരുന്ന പെരുമാതുറ സ്വദേശി അഭിയെ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യപ്രതിയിലേക്ക് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഈ സംഭവശേഷം തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞു എന്നതായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് തിരുവനന്തപുരം കല്ലറയിൽ നിന്ന് ഈ പ്രതിയെ പിടികൂടിയത്. ഈ പിടികൂടിയ പ്രതിയെ പൊഴിയൂരിൽ എത്തിച്ചു. ഈ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പും നടത്തിയിട്ടുണ്ട്. ഈ സംഭവശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതി അവിടെയും നിരവധി മോഷണങ്ങൾ നടത്തി എന്നതാണ് പോലീസിനോട് പറഞ്ഞ കാര്യം. ഈ തെളിവെടുപ്പിന് ശേഷം പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സുഹൈൽ, ശരി, കുറ്റകൃത്യവും നടത്തി തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ട എല്ലാം കഴിഞ്ഞെന്ന് കരുതുന്ന കുറ്റവാളികളാണ് കേരള പോലീസ്. അവരെ പൊക്കുക തന്നെ